തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് വമ്പൻ വിജയമാണ് UDFന്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ വിജയിച്ചു നിൽക്കുന്നു UDF. 2026 ഞങ്ങൾ തൂക്കും എന്ന് ഉറപ്പിച്ചു പറയുന്നു കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി. പക്ഷേ രഹസ്യമായോ അങ്ങനെ പറയാൻ കഴിയുന്നില്ല കോൺഗ്രസിന്. ആ മുന്നറിയിപ്പാണ്, നിങ്ങൾ അധികം ആഹ്ലാദിക്കേണ്ട, നിങ്ങളുടെ പുറകെ തന്നെയുണ്ട് UDF എന്നുള്ള മുന്നറിയിപ്പാണ് മലയാള മനോരമ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഫീച്ചർ. ഫോട്ടോ അടക്കം 58 സീറ്റിൽ LDF ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നു, ആധിപത്യം തുടരുന്നു. വെറും 80 സീറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ഉള്ളത്. 2010 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 90 സീറ്റിന്റെ ലീഡുണ്ടായിരുന്നു, നിയമസഭാ സീറ്റിന്റെ ലീഡ് UDFന്. പക്ഷേ അത് 2011 നിയമസഭാ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും 72 ചുരുങ്ങി കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് അന്ന് UDF. 2019 ലോക്സഭയിൽ വെറും 19 സീറ്റിന്റെ ലീഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. LDFന് 2021 അത് മാറി മറിയുന്നത് നാം കണ്ടതാണ്. 2020 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വൻ മാറ്റവും നാം കണ്ടതാണ് LDFന് അനുകൂലമായി. അതുകൊണ്ട് അധികം ആഹ്ലാദിക്കേണ്ട എന്ന മുന്നറിയിപ്പാണ് UDFന് കോൺഗ്രസിന് മലയാള മനോരമ നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത്. മനോരമയുടെ മുന്നറിയിപ്പ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത്. മുന്നണി വിപുലീകരണം ദാ വരുന്നു എന്ന്. 22-ന് UDFന് യോഗം നടക്കുന്നു. ആ യോഗത്തിൽ മുന്നണി വിപുലീകരണമായിരിക്കും പ്രധാന ചർച്ച എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത് കക്ഷിയെയാണ് കൊണ്ടുവരേണ്ടത്? അവർ ലക്ഷ്യമിടുന്നത് ഒന്ന് ജോസ് കെ മാണിയെയാണ്. പക്ഷേ ജോസ് കെ മാണി പ്രഖ്യാപിച്ചു കഴിഞ്ഞു UDFിലേക്കില്ല, LDFിൽ ഉറച്ചു നിൽക്കും എന്ന്. പിന്നെ ആര്? ലക്ഷ്യമിടുന്നത് CPI ആണോ? സംശയമുണ്ട്, തള്ളിക്കളയേണ്ടതില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസ് CPIയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. UPA സർക്കാരിൽ CPI മന്ത്രി ഉണ്ടായിരുന്നു എന്നുകൂടി ഓർക്കണം. അങ്ങനെയുള്ള സാഹചര്യം വരുന്നുണ്ട്. ചിലപ്പോൾ CPI മറുകണ്ഠം ചാടിയേക്കാം. അതിനുള്ള തയ്യാറെടുപ്പുകൾ മെല്ലെ CPIക്കകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുന്നണിയുടെ വിപുലീകരണം, CPIഎമ്മിനോട് എതിർപ്പുള്ള കക്ഷികൾ, ഗ്രൂപ്പുകൾ അവരുടെ സഹകരണം ഞങ്ങൾ തേടും എന്ന് UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ നിലയിൽ ഈ കക്ഷികളെ വെച്ച് മുന്നോട്ട് പോയാൽ തോക്കും എന്ന് കൃത്യമായ ധാരണയുണ്ട് UDFന്. അതുകൊണ്ട് തന്നെയാണ് മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് പറയുന്നത്. നിലവിലെ UDF സംവിധാനം വെച്ച് മുന്നോട്ട് പോയാൽ ഒരിക്കലും UDFന് 2026 ജയിക്കാൻ കഴിയില്ല എന്ന് അറിയാം അവർക്ക്, നേതാക്കൾക്ക്. അതുകൊണ്ട് തന്നെയാണ് മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് രമേശ് ചെന്നിത്തല പറയുന്നു, PD സതീശൻ പറയുന്നു, KPCC പ്രസിഡന്റ് പറയുന്നു, UDF കൺവീനർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിലവിലുള്ള സംവിധാനം പോരാ എന്ന തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട്. അത് പോരാ എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് മലയാള മനോരമ. ഇതെല്ലാം മനസ്സിലാക്കിയാണ് 2026 UDFന് സാധ്യത കുറവാണ്, LDFന് തന്നെയാണ് സാധ്യത എന്ന് പറയുന്നത്.